കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് കുറച്ച് ഒരു ഗ്രാമത്തിലെ ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ മോൾ മയൂക. മോൾക്ക് 1 വയസ്സിലാണ് ടൈപ്പ് 1 ഡയബറ്റിക് ആയത്. ഇപ്പോൾ 11 വർഷമായി ഞങ്ങൾ ഇൻസുലിനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോൾക്ക് 1 വയസ്സും 1 മാസമായ ടൈമിലാണ് ടൈപ്പ് 1 ഡയബറ്റിക് ആണെന്ന് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്. ശരിക്കും ആ ഷുഗർ മോൾക്ക് ടൈപ്പ് 1 ആണെന്ന് അറിയുന്ന ഈ ഒരു ടൈം വരെ ഈ ടൈപ്പ് 1 ഡയബറ്റിക് എന്താണെന്നുള്ളൊരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ശരിക്കും അന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോയൊരു അനുഭവമാണ് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ടൈപ്പ് 1 ഡോക്ടർ ഇങ്ങനെ കുട്ടിക്ക് ടൈപ്പ് 1 ആണ് എന്ന് വന്ന് പറഞ്ഞ നിമിഷം ഞാനും ഇവളെ അച്ഛനും കൂടെ ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ, എന്താ വെച്ചാൽ അങ്ങനെ സൂയിസൈഡ് ചെയ്യാന്നുള്ളൊരു ലെവലിലേക്ക് വരെ പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതും കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകും, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഇത് മാറുമോ ഇല്ലയോ, അങ്ങനെ ഈ ഒരു ലെവലിൽ കൂടെ അവർ ശരിക്കും പറഞ്ഞ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടിയാണ് കുറേ കാലം കടന്നു പോയത്. എന്താ ടോട്ടലി ചേഞ്ചായി എന്ന് തന്നെ പറയാം. എന്താണെന്ന് പറഞ്ഞാൽ അതുവരെ നമ്മളുണ്ടായ ഫുഡിൻ്റെ രീതി പിന്നെ എല്ലാം മാറി. മോക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഈ ഒരു കുട്ടിയിലേക്ക് ചുരുങ്ങിയിട്ടാണ് നമ്മളെ ലോകം പിന്നെ ഉള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് മോളെ കൊണ്ടുവരാണ്ട് മോൾ എന്ത് കഴിക്കുന്നു ഈ ഒരു രീതിയിലേക്ക് വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മാറേണ്ട ഒരു ലെവലിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. പിന്നെ ഇൻസുലിൻ ഒരു ദിവസം കുറഞ്ഞത് 5 മുതൽ 10 തവണ വരെ എൻ്റെ കാര്യത്തിൽ മോളെ കാര്യത്തിൽ എനിക്ക് എടുക്കേണ്ടി വരാറുണ്ട്. എന്താ വെച്ചാൽ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം മോൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി കറക്ഷൻ ഡോസ് നോർമലി പോകുന്ന ഒരാൾക്ക് 5 നേരം എടുക്കുന്നുണ്ട്. പക്ഷേ ഇവളെ സംബന്ധിച്ച് ഞാൻ കറക്ഷൻ ഡോസ് എടുക്കുന്നതിനെ കൊണ്ട് 5 to 10 ടൈംസ് ഡെയിലി ചെക്ക് ചെയ്യലും ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ഷുഗർ എന്താ പറയുക കൺട്രോൾ ചെയ്യാണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി ഫുഡും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഷുഗറും കൺട്രോൾ അല്ലാത്ത രീതിക്ക് പോകുമ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഷാനേച്ചി എന്ന് പറയുന്ന അവരാണ് ഈ മില്ലറ്റ്സുകളെ കുറിച്ച് എന്നോട് പറഞ്ഞത്. എനിക്ക് സംഭവം എന്താണെന്ന് അറിയില്ല. നമ്മൾ മുത്താറി ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുന്നല്ലാണ്ട് ഇത് ഷുഗർ ഇത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ഇത്രയും മില്ലറ്റ്സ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ദോശമാവിൻ്റെ കൂടെ ഇഡ്ഡലി മാവിൻ്റെ കൂടെയൊക്കെ ഈ മില്ലറ്റ്സ് കുറച്ചാക്കി ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒറ്റയടിക്ക് സ്പൈക്ക് ആവാണ്ട് കുറച്ചായിട്ട് ഷുഗർ കൂടി പോകുന്നുള്ളൂ. ഇപ്പോൾ 11 വയസ്സേ മോക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ശക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ 22ാമത്തെ വയസ്സിലാണ് മോക്ക് ടൈപ്പ് 1 ഡയബറ്റിക്കാന്ന് പറഞ്ഞത്. എനിക്ക് അന്നും ഇൻസുലിൻ എടുത്തു തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾ നമ്മൾ സിറിഞ്ച് വെച്ച് കുത്തണോ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് ഒരു 8 വയസ്സ് മുതൽ സ്വന്തമായിട്ട് ഇവൾ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് പോകാനുള്ളൊരു ഇതോൾക്ക് വന്നു തുടങ്ങി. ദൗർബല്യം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് അങ്ങ് ചുരുങ്ങിപ്പോയി കുറേ കൂടെ. എന്താന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത് നോക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചാണേ പറയുന്നത്, വീട്ടിൽ വേറൊരാളത് ചെയ്തിട്ടില്ല, അവൾ അച്ഛൻ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അത് അയ്യൊരു പേടിയുണ്ട്. അമ്മക്ക് എന്തെങ്കിലും ഒരു വയ്യാണ്ടായാൽ മക്കൾക്ക് എന്ത് പറ്റും, അങ്ങനെയുള്ളൊരു പേടിയും കൂടെ അക്കാര്യത്തിലുണ്ട്. ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിപ്പ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടും ഈ ഷുഗർ കുറഞ്ഞു പോകുന്നതും കൂടി പോകുന്നതും കൊണ്ടൊക്കെ ഇപ്പം ജോലി കിട്ടിയിട്ട് പോലും പുറത്ത് പോകാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്, ഫാമിലിയായിട്ട് വിട്ടു നിൽക്കാൻ പറ്റാത്ത. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു +2 കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് എന്താവും, ഇപ്പം എങ്ങനെ പോകും, ഇവളെ കൂടെ ഞാനും പോവേണ്ടി വരുമോ, അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. സമൂഹത്തിലേക്ക് പറയാനുള്ള എല്ലാവരും എന്താ പറയുക, ഇതൊരു ഇങ്ങനെയുള്ള നമ്മൾ പ്രോഗ്രാമുകളിൽ വെക്കുന്നത് കൂടെ എല്ലാവരും ഇതിൻ്റെ ഒരു അവയർനെസ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സൊസൈറ്റിക്ക് അവയർനെസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് അവയർനെസ് കൊടുക്കേണ്ടത്. എൻ്റെയൊക്കെ വീട്ടിൽ പലരും ഇപ്പോഴും ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവളെ ഗ്രാൻഡ് പാരൻസ് ഒന്നും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മളെന്തോ തെറ്റ് ചെയ്യുന്ന രീതിക്കാണ് അവരതൊക്കെ. അപ്പം സൊസൈറ്റിക്ക് മെസ്സേജ് കൊടുക്കുന്നത് കൂടെ നമ്മളെ ഫാമിലിക്കും കൂടെ മെസ്സേജ് കൊടുത്തിട്ട് ഇതൊരു രോഗമല്ല, നമ്മുടെ ഒരു ജീവിത ഇവരാണ് ശരിക്കും ഡയറ്റ് ഫോളോ ചെയ്ത് പോകുന്ന മക്കൾ. നമ്മളൊരിക്കലും ഫോളോ ചെയ്യുന്നില്ല. ഇവരത് 1 വയസ്സ് മുതലേ ഇവർ ഡയറ്റ് ഫോളോ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ഒബിസിറ്റി ഒക്കെ വന്നതിന് ശേഷമാണ് ഡയറ്റ് ഫോളോ ചെയ്യാന്നിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു രോഗമായിട്ടല്ല, ഒരു എന്താ പറയുക നല്ലൊരു ഇതായി കണ്ടിട്ട് മുമ്പോട്ട് പോകാൻ സൊസൈറ്റിക്കും കൂടെ കഴിയണം.